ഞങ്ങളുടെ നാട്ടിലൊരു കാലത്ത് ശങ്കരേട്ടൻ അമ്പലത്തിൽ പോയി പ്രാർത്ഥിക്കാൻ എന്നെ പറയുന്നില്ല വിശ്വാസിയ. ശങ്കരേട്ടൻ അമ്പലത്തിൽ പോയി പ്രാർത്ഥിക്കുമ്പോ ശങ്കരേട്ടൻ പറയും, ഭഗവാനെ എല്ലാവർക്കും നല്ല ബുദ്ധി തോന്നണേ എന്നാ പ്രാർത്ഥിക്കാം. എന്താ ശങ്കരേട്ട നല്ല ബുദ്ധി തോന്നുന്നത് പ്രാർത്ഥിച്ചാൽ പോലെ എല്ലാവർക്കും നല്ല ബുദ്ധി തോന്നുന്നത് പ്രാർത്ഥിക്കണം എന്തിനാ ശങ്കരേട്ട? എല്ലാവർക്കും നല്ലത് വേണമെന്ന് പ്രാർത്ഥന എന്തിനാ എന്ന് ചോദിച്ചപ്പോ, അത് മോനെ എനിക്ക് മാത്രം നല്ലത് തോന്നുന്നത് എന്താ കാര്യം? എനിക്ക് മാത്രം നല്ല ബുദ്ധി, എനിക്ക് മാത്രം സമ്പത്തൊക്കെ ഉണ്ടായി, എനിക്ക് നല്ല ബുദ്ധി തോന്നി നല്ല രീതിയിൽ ജീവിക്കുന്നു. പക്ഷെ എന്റെ അയൽപ്പക്കത്തുള്ള ബുദ്ധി തോന്നി എന്റെ മണ്ണൊക്കെ അടിച്ച കയ്യിൽ കാശ് കിട്ടുള്ളൂല്ലേ? എന്റെ അയൽപ്പക്കത്തുള്ള നല്ല ബുദ്ധി തോന്നിയാൽ എനിക്ക് നന്നായി ജീവിക്കാൻ കഴിയുള്ളൂ അല്ലേ? അപ്പൊ മറ്റുള്ളവർക്കും കൂടിയും നല്ല ബുദ്ധിയും നല്ല, എനിക്ക് സമ്പത്തുണ്ട്, അയൽപ്പക്കത്തുള്ള സമ്പത്തില്ല. അപ്പൊ അവൻ എന്ത് ചെയ്യും? ബുദ്ധിയില്ലെങ്കിൽ ചികിത്സയ്ക്ക് വേണ്ടിയിട്ടാണ്, കൂടെ കഴിക്കാൻ വേണ്ടിയിട്ടാ എന്റെ സമ്പത്ത് മോഷ്ടിക്കുന്നത് അല്ലേ? ഗതി കിട്ടാതെ ജീവനാറ്റില്ലേ വെള്ളിക്കാലം മോഷ്ടിച്ച. ഓക്കെ, അപ്പോ എനിക്ക് മാത്രം സൗഖ്യമുള്ള, എനിക്ക് മാത്രം നന്മയുള്ള, എനിക്ക് മാത്രം നല്ല ബുദ്ധി തോന്നിയ ഒരു ലോകം കൊണ്ട് കാര്യമൊന്നുമില്ല. എല്ലാവർക്കും കുറെ കൂടി നല്ലത് വരുന്ന, സമാധാനമുള്ള, സന്തോഷമുള്ള ഒരു നാടുണ്ടാവണം. സന്തോഷമുള്ള നാടിനെ പറ്റി പറഞ്ഞിട്ടുണ്ട്. ഇന്ത്യ തളർത്തിക്കൊണ്ടിരിക്കുന്നതൊക്കെ വിളിച്ചു വരുന്നതൊക്കെ പറയാറുണ്ട്. പക്ഷെ സന്തോഷത്തിന്റെ കാര്യത്തില് സമാധാനത്തോടു കൂടി ജനങ്ങൾ ജീവിക്കുന്ന, സന്തോഷത്തോടു കൂടി ജനങ്ങൾ ജീവിക്കുന്ന നാട് ഏതാണ് എന്ന കാര്യത്തില് സർവേകൾ നടക്കുന്നുണ്ട്. കുറച്ച് വർഷങ്ങളായി തന്നെ സ്കാൻഡിനേവിയൻ രാജ്യങ്ങൾ, നോർവേ പോലെയുള്ള രാജ്യങ്ങളാണ്, ഫിൻലാൻഡ്, നോർവേ, സ്വീഡൻ പോലെയുള്ള രാജ്യങ്ങളാണ് സന്തോഷത്തിന്റെ പട്ടികയിൽ മുമ്പിൽ നിൽക്കുന്നത്. തമ്മിത്തല്ലാത്ത മനുഷ്യന്റെ ആവശ്യങ്ങളുമായിട്ട്, വർത്തമാനകാല ആവശ്യങ്ങളുമായിട്ട് പരസ്പരം സഹകരിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന കേവലം 20% താഴെയാണ് അവിടുത്തെ വിശ്വാസികൾ. ഈ സന്തോഷത്തിന്റെ സൂചികയിൽ മുമ്പിൽ വരുന്ന രാജ്യങ്ങളുടെ കാര്യമാണ്. നമ്മളൊരു പക്ഷേ സന്തോഷത്തിന്റെ സൂചികയിൽ മുമ്പിൽ വരണം. നമ്മുടെ നാട്, നമ്മുടെ വീട്, നമ്മൾ തന്നെ കുറേ സന്തോഷമുള്ളവരായി മാറണമെങ്കിൽ, സമാധാനമുള്ളവരായി മാറണമെങ്കിൽ നമ്മുടെ ഉള്ളിലൊന്ന് വൃത്തിയാക്കേണ്ടതുണ്ട്, മനസ്സിലൊന്ന് വൃത്തിയാക്കേണ്ടതുണ്ട്. ചില വിചാരങ്ങൾ, ചില വികാരങ്ങൾ അടിച്ച് കൂട്ടി പുറത്ത് പോകേണ്ടതുണ്ട് എന്നെനിക്ക് തോന്നാറുണ്ട്. എനിക്ക് തോന്നിയെന്ന് പറയോ, ഇന്ത്യ ഒരു സന്തോഷമുള്ള നാട്, സമാധാനമുള്ള നാട് ആകണമെങ്കിൽ ആദ്യം ഉപേക്ഷിക്കേണ്ടത്, നിങ്ങൾ എന്നോട് യോജിച്ചാലും ശരി, യോജിച്ചില്ലെങ്കിൽ ശരി, ജാതി മത വിശ്വാസങ്ങളാണെന്ന് ഞാൻ വിശ്വസിക്കുന്നത്. ഈ നോർവേ, ഫിൻലാൻഡ് പോലെയുള്ള രാജ്യങ്ങളിൽ സന്തോഷ സൂചികയില് ഏറ്റവും ടോപ്പ് 10 ആയിട്ടുള്ള രാജ്യങ്ങളിൽ തലമുറ നോക്കിക്കോളൂ. ഞാനൊക്കെ 54 വയസ്സായി, അധികം ഒന്നും ഉണ്ടാവില്ല. മുമ്പിലിരിക്കുന്ന നിങ്ങളുടെ മക്കള്, നമ്മുടെയൊക്കെ മക്കളുടെ മക്കള് ഇല്ലാതാവുക. എല്ലാം യന്ത്രങ്ങൾ നേതൃത്വം കൊടുക്കുന്നൊരു കാലം അധികം ദൂരത്തല്ല. മനസമാധാനത്തിന്റെ കാര്യം, നല്ല ജോലി, അന്നൊരു നിശാന്തത്തിൽ ചങ്ങാതിമാരോർത്തു വന്നു ഞാൻ, വിധവയാം നിന്നെ വെക്കുവാനായി. അന്നൊരു നിശാന്തത്തിൽ ചങ്ങാതിമാരോർത്തു വന്നു ഞാൻ, വിധവയാം നിന്നെ വെക്കുവാനായി. പിറ്റേന്നു കത്തും കാലകാന്തി തന്നുള്ളിൽ സൂര്യൻ നിത്യകന്യയാ നമുക്കായി നന്മ നേടിയിരിക്കുമ്പോൾ
നിൻ ചരണം പിടിച്ചു ഞാനും നിന്നെ ചവിട്ടിച്ചു സഹധർമ്മിണി നിന്റെ അടിയാളന്നു ഞാൻ ഗൃഹജീവിതത്തിന്റെ ദീർഘദീർഘമാർഗം സഹധർമ്മിണി നിന്റെ അടിയാളന്നു ഞാൻ ഗൃഹജീവിതത്തിന്റെ ദീർഘദീർഘമാർഗം and pass on the love of learning to our pupils. We will build up trust, support and cooperation of parents and community so as to enable us to achieve our mission. Thank you. സോഷ്യൽ സ്ട്രക്ചറിൽ ഉണ്ടായിരുന്ന ഘടനാപരമായിട്ടുള്ള വ്യത്യാസം, സാമൂഹിക പരിസരത്തിലായിട്ട് ഘടനാപരമായ വിദ്യാഭ്യാസത്തിന്റെ അന്തരീക്ഷത്തെ മനസ്സിലാക്കാൻ എവിടെ വിദ്യാഭ്യാസം കൊണ്ട് സാധിച്ചിട്ടുണ്ടെന്നുള്ള വലിയ നേട്ടം തന്നെയാണ്. അതുപോലെ തന്നെ എമ്മയുടെ വിദ്യാഭ്യാസകാലത്ത് നേരിട്ട് ഗവേഷണം പഠിക്കണം, നേടണം, അറിവ് നേടണം, കണ്ടെത്തണം എന്നുള്ളൊരു ഗവേഷണപരമായിട്ടുള്ളൊരു മാനസിക ബോധം ഞങ്ങൾ ഈ പറയുന്ന 8 വിദ്യാർത്ഥികളെ ഒരേപോലെ തന്നെ സ്വാധീനിക്കുന്നതാണ്. ഇന്ന് പണ്ടത്തെ ബി.എഡ് വിദ്യാർത്ഥി എന്ന ലെവലിലല്ല നിന്ന് നമ്മൾ ചിന്തിക്കുന്നത്. എം.എഡ് വിദ്യാർത്ഥി എന്ന ലെവലിൽ ചിന്തിക്കുമ്പോൾ ഒത്തിരി കാര്യങ്ങളാണ് നമ്മൾ ചിന്താ മണ്ഡലത്തിലൂടെ